Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫാർമസി സർവീസസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്നാണ് അല്ലെ. ഇപ്പൊ കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? പിൽഫറേജ് അല്ലെ, ഓർമ്മയുണ്ടല്ലോ. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷണമാണ് കേട്ടോ, കളവാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ക്യാരിയിങ് കോസ്റ്റ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, എക്സ്പയറി ഡ്രഗ്സ്, ഷോർട്ടേജ് കോസ്റ്റ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. ഇതൊക്കെയാണ് പൊതുവെ ഒരു ഫാർമസി സേവനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ തുടങ്ങിയത് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, അതാണ് ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്. അതിന് 3 പോയിന്റുകൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇത്രയും ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സുകൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് അല്ലെ. ചീഫ് ഫാർമസിസ്റ്റ് ആരാണെന്ന് നമ്മളെ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? അദ്ദേഹം ഒരു എംഫാം യോഗ്യതയുള്ള വ്യക്തിയാണ്. എൻറ്റയർ ഫാർമസിയുടെ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. ഈ പറയുന്ന ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങള് അല്ലെങ്കിൽ അവരുടെ ശുപാർശകള്, നിർദ്ദേശങ്ങള് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ. അദ്ദേഹമാണ് അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെ, സെപ്പറേറ്റ് ഏരിയാസ് അല്ലെ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള്, മറ്റു ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, അതിന്റെയൊക്കെ വിതരണം ഉറപ്പാക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, then third point പറഞ്ഞു മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്.
ഓക്കെ, അതായത് എമർജൻസി മരുന്നുകൾ അല്ലെ, എമർജൻസി മരുന്നുകളുടെയും ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞ മറുമരുന്ന് എന്നാണ് പറഞ്ഞത്. ഉദ്ദേശിച്ച കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു പോയിസണസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഫക്റ്റ് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഒരു ഇഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ് ആന്റിഡോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആന്റിഡോട്ട്സുകളും എമർജൻസി മരുന്നുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാം, ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇതുവരെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബാക്കിയുള്ളത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് എന്താണ്? ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നമ്മൾ ഇങ്ങനെ സ്റ്റോറേജ് പറഞ്ഞപ്പോ പല ടൈപ്പ് മരുന്നുകളുടെ സ്റ്റോറേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ടായിരുന്നു, ലൈക്ക് എത്തിഡിൻ, മോർഫിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് എന്നൊക്കെ പറയുന്ന എന്താണ് നാർക്കോട്ടിക് മരുന്നുകളാണ്. അപ്പൊ ഇത്തരം മരുന്നുകളുടെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും അതുപോലെ അതിന്റെ വിതരണവും ഉറപ്പാക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പ്രത്യേകിച്ച് നാർക്കോട്ടിക് മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഒരു ചീഫ് ഫാർമസിസ്റ്റ്, ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹമാണ് ഇത്തരം നാർക്കോട്ടിക് മരുന്നുകളുടെ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് സൂക്ഷിക്കണം, അതുപോലെ അതിന്റെ വിതരണം ഒക്കെ ഉറപ്പാക്കേണ്ടത് അദ്ദേഹമാണ് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ എന്താ പറയുന്നത്? ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ്. ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ് പോലെയുള്ള മരുന്നുകളിൽ IV ഫ്ലൂയിഡ്സ് അല്ലെ, നമ്മൾ IV ഫ്ലൂയിഡ് ട്രിപ്പ് ഒക്കെ കേട്ടില്ലേ, മെഡിസിൻ ആണ് കേൾക്കുന്നത് അല്ലെ, IV. അപ്പൊ അങ്ങനെ IV ഫ്ലൂയിഡ്സുകൾ ഉണ്ടാവും, ഓറൽ ഫ്ലൂയിഡ്സുകൾ ഉണ്ടാവും. ചില മരുന്നുകൾ ടോണിക് പോലുള്ള ഓറൽ ഫ്ലൂയിഡ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ ടോപ്പിക്കൽ ഫ്ലൂയിഡ്സുകൾ ഉണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള മെഡിക്കേഷൻ ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സുകളെ കൃത്യമായിട്ട് അതിന്റെ ഡെസിഗ്നേഷൻ, ദാറ്റ് മീൻസ് അതിനെ കാറ്റഗറൈസ് ചെയ്ത് അതിന്റെ ലേബലിങ്, അതിന്റെ സ്റ്റോറേജ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഡോസിലല്ലേ നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടത്. അപ്പൊ വാരിയസ് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ IV ഫ്ലൂയിഡ്സുകള്, ഓറൽ ഫ്ലൂയിഡ്സുകള്, ടോപ്പിക്കൽ ഫ്ലൂയിഡ്സുകള്, അങ്ങനെയുള്ള എന്താ പറയാ മെഡിക്കേഷൻസ്, ഇങ്ങനെ ഫ്ലൂയിഡ് മെഡിക്കേഷൻസിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റോറേജ്, അതിന്റെ ഹാൻഡ്ലിങ്, അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ പ്രോസസ്സ്, അതിന്റെ ലേബലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഇതാണ് കേട്ടോ ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. അതായത് സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൂക്ഷ്മ പരിശോധനയാണ് അല്ലെ. എന്താണ് സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കണം അല്ലെ. നമുക്കറിയാം, നമ്മൾ മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ ബാച്ച് നമ്പർ, അതിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിന്റെ എഫിഷ്യൻസി, അങ്ങനെ നമ്മൾ മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കണം അല്ലെ. അങ്ങനെയുള്ള പരിശോധനകൾ നടത്തി കറക്റ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ആളുകളിലേക്ക് ആ മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കേണ്ടത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. അടുത്ത പോയിന്റ് ഇതാണ്, പ്രിപ്പറേഷൻ ഓഫ് ഇൻഡൻസ്, ഇഷ്യൂ ആൻഡ് റിസിപ്റ്റ് വൗച്ചർ. പ്രിപ്പറേഷൻ ഓഫ് ഇൻഡൻസ് അല്ലെ. ഇൻഡൻസ് അറിയാലോ, നമ്മളൊരു മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ കൊടുക്കുകയാണ്, അതിനെയാണ് നമ്മൾ ഇൻഡന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡന്റുകൾ തയ്യാറാക്കുക, ഓർഡർ കൊടുക്കുക, അതുപോലെ മരുന്നുകളുടെ ഇഷ്യൂ അല്ലെ, മരുന്നുകൾ വിതരണം ചെയ്യുക, അതിന്റെ റെസീപ്റ്റുകൾ അല്ലെ, നമ്മൾ ഈ സപ്ലൈസിൽ നിന്നൊക്കെ മരുന്നുകളുടെ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട റെസീപ്റ്റ്, വൗച്ചറുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കാം, അതൊക്കെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ്? ഇൻവെന്ററി കൺട്രോൾ ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റോക്ക് കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ മീൻസ് സ്റ്റോക്ക് കൺട്രോൾ ആണ്. അതായത് ഒരു ഫാർമസിയില് മരുന്നുകളുടെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക അല്ലെ. മരുന്നുകൾ തീർന്നു പോകുമ്പോൾ നമുക്ക് ബിൽ കാർഡൊക്കെ ഉണ്ട് അല്ലെ. ബിൽ കാർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാനും, അതുപോലെ എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, ഇനി സ്റ്റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. സ്റ്റോക്ക് പൊസിഷൻ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും.
അപ്പൊ അത്തരത്തില് എല്ലാ ഫാർമസിയിലുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ്? മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. അതുപോലെ മെഡിക്കൽ സ്റ്റോറുകൾ അല്ലെ, മെഡിക്കൽ സ്റ്റോർ മീൻസ് നമ്മുടെ ഫാർമസിയിലെ മരുന്നുകൾ സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോറുകള്, പിന്നെ അതിന്റെ ലെഡ്ജേഴ്സ്, മരുന്നുകളുടെ കണക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ലെഡ്ജേഴ്സുകള്, റെക്കോർഡുകള്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ഈ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇതിനൊക്കെ കൃത്യമായിട്ട് പ്രോപ്പർ മാനേജ്മെന്റ് ഒക്കെ ഉറപ്പാക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ വരുന്നത് പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ, അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ഉറപ്പുവരുത്തുക. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ഈ വാക്സിനുകള്, ഹോർമോൺസുകള്, സെറം അല്ലെ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോ ഇപ്പോ ഒരു ഫാർമസിയിൽ എപ്പോഴും ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ഉറപ്പുവരുത്തണം. കാര്യം നമുക്കറിയാം, ഇപ്പൊ കറണ്ട് പോയപ്പോ ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈയുടെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വന്ന കോൾഡ് സ്റ്റോറേജിലൊക്കെ ഇരിക്കുന്ന മരുന്നുകളുടെ കോമ്പോസിഷനിലൊക്കെ വ്യത്യാസങ്ങൾ വരും അല്ലെ. അറിയാലോ, കോൾഡ് ഇപ്പൊ സെറം, ഹോർമോണുകൾ, അതൊക്കെ നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാനുള്ള കാരണമുണ്ട്. കാരണം അതിന്റെ കെമിക്കൽ കോമ്പോസിഷനൊന്നും മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈക്കുള്ള ഒരു പ്രൊവിഷൻ എപ്പോഴും എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. അത് ഉറപ്പുവരുത്തേണ്ടത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ്. അതാണ് പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈ. പിന്നെന്താണ് പറയുന്നത്? സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. കൃത്യമായിട്ട് മരുന്നുകളെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, അതുപോലെ അതിന്റെ ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, അതിന്റെ എഫിഷ്യൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തുക അല്ലെ. സൂക്ഷ്മ പരിശോധനയും ക്വാളിറ്റി കൺട്രോളും ഒക്കെ ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ഇദ്ദേഹം ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം ഫാർമസിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ആ ഫ്ലോ ചാർട്ട് പഠിച്ചില്ലേ, ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഓഫ് ഫാർമസിസ്റ്റുകളുടെ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫാർമസിസ്റ്റുകളുണ്ട്, മെഡിക്കൽ സ്റ്റോറിന്റെ മാനേജ്മെന്റിന് ഫാർമസിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ പേഷ്യൻസിനായിട്ടുള്ള മരുന്നുകളുടെ അല്ലെ ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് ഫാർമസിസ്റ്റ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോളിൽ ഫാർമസിസ്റ്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, അവർക്ക് വേണ്ട സൂപ്പർവിഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ വരുന്നത് എന്താണ്? പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. അതായത് നമ്മുടെ ഫാർമസിയില് ഈ പറയുന്ന ഫാർമസിയിലെ മരുന്നുകളുടെ യൂസേജ് അല്ലെ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസ് അല്ലെ, മരുന്നുകളുടെ റിസോഴ്സസ്, സർവീസസ്, പിന്നെ എന്താണ് അതിന്റെ യൂസേജ്, ഡോസേജ് ഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ഫാർമസി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. മരുന്നുകളുടെ ഉപയോഗം മാത്രമല്ല, അവിടെ വരുന്ന റിസോഴ്സസുകൾ, മറ്റുള്ള ഫാർമസിന്ന് കൊടുക്കുന്ന സേവനങ്ങള്, അതൊക്കെ ഇതെല്ലാം എത്രയും എഫിഷ്യന്റ് ആയിട്ട് തന്നെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഫാർമസിയുടെ ഒരു യൂട്ടിലൈസേഷൻ പീരിയോഡിക് ആയിട്ട് റെഗുലർ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എപ്പോഴും എന്താണ്, റെഗുലർ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഫാർമസി എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ റിപ്പോർട്ടുകള്, പീരിയോഡിക് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകളും മറ്റും തയ്യാറാക്കേണ്ടത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ. പിന്നെന്താണ്? പേഷ്യന്റ് എഡ്യൂക്കേഷൻ ട്ടോ. അതുപോലെ തന്നെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മൾ തുടക്കമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ ആക്ടിസ് ഒരു കൗൺസിലിംഗ് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് അല്ലെ. എന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മാത്രമല്ല, ഈവൻ പേഷ്യൻസിന് വരെ അവർക്കൊരു ഡ്രഗ് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെ, അതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കുക. അതാണ് ഇവിടെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിന് ആ മരുന്നുകളുടെ ഉപയോഗത്തിൽ എങ്ങനെ മരുന്നുകൾ യൂട്ടിലൈസ് ചെയ്യണം, അതിന്റെ സൈഡ് ഇഫക്റ്റുകള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്കൊരു അവയർനെസ് കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങള് എന്ത് ചെയ്യാം? പ്രാവർത്തികമാക്കുക, ഫുൾഫില്ല് ചെയ്യുക. അതുപോലെ ഹോസ്പിറ്റലിലെ സെപ്പറേറ്റ് ഏരിയാസിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള മരുന്നുകളുടെയും മറ്റ്
ഫാർമസ്യൂട്ടിക്കൽസിന്റെയും വിതരണം ഉറപ്പാക്കുക. പിന്നെ എമർജൻസി മരുന്നുകളുടെയും ആന്റിഡോട്സുകളുടെയും ശരിയായ സ്റ്റോക്ക് നിലനിർത്തുക. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ ഉണ്ട് അല്ലെ, അത്തരം മരുന്നുകളുടെ കൃത്യമായിട്ടുള്ള വിതരണം, അതുപോലെ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെ പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ അല്ലെ, IV ഫ്ലൂയിഡ്സുകള്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓറൽ ഫ്ലൂയിഡ്സുകള്, ടോപ്പിക്കൽ ഫ്ലൂയിഡ്സുകള്, അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ കാറ്റഗറൈസിങ്, ലേബലിങ്, സ്റ്റോറേജ്, ഹാൻഡ്ലിങ് ഇതൊക്കെ കൈകാര്യം ചെയ്യാം കേട്ടോ. എട്ടാമത്തെ എന്തായിരുന്നു? ഇൻവെന്ററി കൺട്രോൾ ആണ് കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക, ഫാർമസിയില് മരുന്നുകളുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് നിലനിർത്താം അല്ലെ. ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല അല്ലെ. അതേ രീതിയിൽ വേണം നമ്മള് ഫാർമസിയിലെ മരുന്നുകളുടെ സ്റ്റോക്ക് നിലനിർത്താനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് കേട്ടോ. പിന്നെ നമ്മളെ മരുന്നുകളുടെ ഉപയോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അതിന്റെ സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കുക. ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലെഡ്ജേഴ്സുകള്, റെക്കോർഡുകള്, രജിസ്റ്ററുകള് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഫാർമസിയില് ഒരു ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈക്കുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്, ഫാർമസിസ്റ്റ്, അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. ഫാർമസിയുടെ ആ ഒരു റെഗുലർ യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഫാർമസിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട് റെഗുലർ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. പേഷ്യന്റിന് മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ട് എന്താണ് ഒരു കൗൺസിലിംഗ് അല്ലെ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങള്, അവയർനെസ്സുകളൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ഇതോടുകൂടി നമ്മുടെ ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഫാർമസി എന്താണ് അല്ലെ, ഫാർമസിസ്റ്റ് എന്താണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. പിന്നെ ഒരു ഫാർമസിയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് അല്ലെ. പിന്നെ ഒരു ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പഠിച്ചു. പിന്നെ റേഡിയോ ഐസോട്ടോപ്പ് എന്താണ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റിക്വയർമെന്റ്സ് ഓഫ് ഫാർമസിസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, അത് എന്തിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത്? ബെഡ് സ്ട്രെങ്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഫ്ലോ ചാർട്ട് നോക്കുക, അതിൽ ഓരോ ഫാർമസിസ്റ്റുകൾക്കും എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ഉള്ളത്. പിന്നെ ആ ടേബിൾ ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ബെഡ് സ്ട്രെങ്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫാർമസിസ്റ്റുകളുടെ എണ്ണം പറഞ്ഞില്ലേ, ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് ഡ്രഗ് ഫോർമുലറി എന്താണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അല്ലെ, എക്കണോമിക് കോൺട്ര ക്വാണ്ടിറ്റി അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ഒരു ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡുകൾ എന്തൊക്കെയാണ്, രജിസ്റ്ററുകൾ എന്തൊക്കെയാണ്, എന്താണ് ബിൽ കാർഡ് അല്ലെ. പിന്നെ പല ടൈപ്പിലുള്ള മരുന്നുകൾ ഉണ്ട് അല്ലെ, ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഇവയെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ ഫാർമസി പൊതുവെ ഫേസ് ചെയ്ത് വരുന്ന ചാലഞ്ചസുകള്, പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ഓക്കെ ആണോ? ഫാർമസി ചാപ്റ്റർ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ലബോറട്ടറി സർവീസ് ആണ് കേട്ടോ. ലാബിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ലബോറട്ടറി സർവീസസ്. എല്ലാവരും പേജ് നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് എടുത്തു വെക്കായിരുന്നു. ഓക്കെ, അപ്പൊ മൊഡ്യൂള് 2-നകത്ത് മൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ, ലബോറട്ടറി സർവീസസ്. അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, തുടങ്ങാലോ. ബിൽ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫാർമസിയിലുള്ള മരുന്നുകൾ ഉണ്ടല്ലോ, അതിന്റെ സ്റ്റോക്ക്, അത് കൃത്യമായിട്ട് അതിന്റെ സ്റ്റോക്ക്, പിന്നെ അതിന്റെ ആ മരുന്നിനെ പറ്റിയിട്ടുള്ള വിവരങ്ങള് അല്ലെ, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്നത്, എത്ര എണ്ണം അതിന് സെൽ ചെയ്തിട്ടുണ്ട്, ബാക്കി ബാലൻസ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള ആ ഒരു മരുന്നിന്റെ മൂവ്മെന്റ്സിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ബിൽ കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ബിൽ കാർഡിന്റെ ഒരു മോഡല് അവിടെ കൊടുത്തിട്ടുണ്ട്. ബിൽ കാർഡ് കണ്ടോ?
ഈ ഒരു ബിൻ കാർഡിൽ കണ്ടോ ഡേറ്റ്, ക്വാണ്ടിറ്റി റിസീവ്ഡ്, എത്ര മരുന്നുകൾ ഫാർമസിയിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. എത്ര മരുന്ന് വെച്ചാൽ ഓരോ മരുന്നുകളിലും ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഓരോ മരുന്നുകളും ഓരോ ബിന്നുകളിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ഓരോ ബിന്നിലും ഒരു ബിൻ കാർഡ് വയ്ക്കും. അപ്പൊ ആ പെർട്ടിക്കുലർ മരുന്ന് എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തിരുന്നു, എത്ര ക്വാണ്ടിറ്റി അതിന് ഇഷ്യൂ ചെയ്തു പോയിട്ടുണ്ട്, ബാലൻസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെയുള്ള ആ ഒരു ഓരോ പെർട്ടിക്കുലർ മരുന്നുകളുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് കേട്ടോ ബിൻ കാർഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ആ മരുന്ന് എത്രയുണ്ട്, സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, നമ്മള് മറ്റേ ഇവിടെ പോവില്ലേ ഫാർമസി അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ നമ്മൾ മരുന്ന് നോക്കുമ്പോൾ അവര് സിസ്റ്റത്തിൽ നോക്കൂ അല്ലെ, ആ മരുന്ന് എത്രയുണ്ട്, എങ്ങനെയുണ്ട്, ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബിൻ കാർഡുമായിട്ട് കണക്റ്റഡ് ആണ് അത് കേട്ടോ. അപ്പൊ ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലബോറട്ടറി സർവീസസ് ആണ്. അപ്പൊ ലാബിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ലാബ് എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് ലാബ് എന്ന് പറഞ്ഞാല്, എന്താണ് ലബോറട്ടറി? നമ്മൾക്ക് രോഗനിർണയത്തിന് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വരുന്നതാണ്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വരുന്നതാണ് അല്ലെ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്നത്. കാരണം മിക്കവാറും നമ്മള് അസുഖം വന്ന് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമ്മുടെ സിംറ്റംസ് ഒക്കെ കേട്ടിട്ട് ഡോക്ടർ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു തരും. പക്ഷെ കൂടുതലും 70% നമ്മുടെ അസുഖങ്ങൾ കൺഫേം ചെയ്യുന്നത് നമ്മൾ എന്തിലൂടെയാണ്? ഇത്തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളിലൂടെയാണ് അല്ലെ. ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോഴാണ് കൃത്യമായിട്ട് രോഗം എന്താണെന്ന് നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അറിയാലോ ലബോറട്ടറി സർവീസ്. പിന്നെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ധാരാളം ലബോറട്ടറികൾ ഉണ്ട് അല്ലെ. ചെറുപ്പം മുതല് വലിയ എന്താ പറയാ മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ലബോറട്ടറീസുകൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ലബോറട്ടറി സർവീസ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ലാബിന്റെ ഡിവിഷൻസ് ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ലബോറട്ടറി അവര് കൊടുക്കുന്നുണ്ട്, അവരുടെ ചെയ്യുന്ന ഫംഗ്ഷന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 5ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിവിഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ലബോറട്ടറിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് മീൻസ് അവിടുത്തെ ഒരു സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒരു എന്താണ് ലബോറട്ടറിയിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, പിന്നെ പൊതുവെയുള്ള ലബോറട്ടറി പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ അതിന് കുറെ എന്താണ് നമുക്ക് സിമ്പലുകളും മറ്റുമൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ലബോറട്ടറി സർവീസ് ഇൻട്രൊഡക്ഷൻ. A medical laboratory or clinical laboratory is a place where the tests are done on clinical specimens to get the information about the health of a patient to help in diagnosis, treatment and prevention of disease. Okay, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. എന്താണ് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്? മെഡിക്കൽ ലബോറട്ടറി അഥവാ നമുക്ക് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയാം അല്ലെ. മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയാം. ഓക്കെ, എന്താണ് ലാബ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ രോഗം ഡയഗ്നൈസ് ചെയ്യാനായിട്ട് അല്ലെ, ഡയഗ്നൈസ് ചെയ്യാനും അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അതുപോലെ പ്രതിരോധിക്കാനും രോഗം വരുന്നത് തടയുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് വേണം? പേഷ്യന്റിന്റെ എല്ലാവിധ രോഗമല്ല അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കണം അല്ലെ. അങ്ങനെ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിനകത്ത് പരിശോധന നടത്തുന്ന സ്ഥലം, അതാണ് എന്ത് ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ. ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രോഗിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന സ്പെസിമെൻസുകൾ അല്ലെ. എന്ന് പറയുന്നത് ബ്ലഡ് ആവാം, യൂറിൻ ആവാം, പ്ലാസ്മയാവാം, സ്റ്റൂൾ ആവാം അല്ലെ, അതുപോലെ സ്പ്യൂട്ടം ആവാം അല്ലെ. ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് എന്ത് ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ഇത്തരം സ്പെസിമെൻസിന് പരിശോധന നടത്തുന്ന സ്ഥലമാണ് എന്ത് ലാബ്. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ്. പിന്നെന്താണ്? Medical laboratories differ in size and complexity and so provide different types of testing services. മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയാ സൈസിലായിക്കോട്ടെ അതിന്റെ കോംപ്ലക്സിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ലാബുകൾ തൊട്ട് വലിയ ലാബുകൾ വരുന്നുണ്ട് അല്ലെ.
അപ്പൊ ഓരോ ലാബുകളും അവര് കൊടുക്കുന്ന സേവനങ്ങളും വ്യത്യസ്തമായിരിക്കും. അല്ലെ, ചെറിയ ലാബുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസോഴ്സസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങൾ അവർ കൊടുക്കുന്നുള്ളൂ. അതേസമയം വലിയ വലിയ ലാബുകളാവുമ്പോൾ അവിടെ ധാരാളം റിസോഴ്സുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേവനങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ലാബ് എന്ന് പറയുന്ന സൈസിലും കോംപ്ലക്സിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട്. പലതരത്തിലുള്ള സേവനങ്ങൾ അത് ആളുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, മറ്റൊരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് various biomechanical instruments, equipments, materials and reagents, that means chemicals, for carrying out different laboratory investigative activities by using biological specimens. ഇതൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് അല്ലെ, ഹോൾ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂള്, ഇതൊക്കെയാണ് എന്ത് ബയോളജിക്കൽ സ്പെസിമെൻസ് അല്ലെ. അപ്പൊ ഇത്തരം ബയോളജിക്കൽ സ്പെസിമെൻസ് കളക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിഗേറ്റീവ് പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ലാബിനകത്ത് ധാരാളം എക്യുപ്മെന്റ്സുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെ, മൈക്രോസ്കോപ്പുകള്, ഓട്ടോക്ലേവ്സ്, സെൻട്രിഫ്യൂജ്, അങ്ങനെയൊക്കെ ധാരാളം എക്യുപ്മെന്റുകൾ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ലാബിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസുകൾ അല്ലെ, കെമിക്കൽ റിയേജൻസുകൾ മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്പേസ് ആണ് എന്ത്? ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബയോളജിക്കൽ സ്പെസിമെൻസ് ഏതൊക്കെയാണ്? ബ്ലഡ്, അതുപോലെ തന്നെ സെറം അല്ലെ, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂള്, ഇതൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസ് അല്ലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? മെഡിക്കൽ ലബോറട്ടറി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി ആർ പ്രൊവൈഡിങ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് എക്സാക്ട് റിസൾട്ട്സ് വിച്ച് ഷെയർ ദ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, ലബോറട്ടറിയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? പേഷ്യൻസ് ആവാം, ഫിസിഷ്യൻസ് ആവാം അല്ലെ, ഡോക്ടറും രോഗികളും ഒക്കെ ഉണ്ടാവാം അല്ലെ. ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡിങ് ദ കസ്റ്റമേഴ്സ് എക്സാക്ട് റിസൾട്ട് അല്ലെ, വിച്ച് ഷെയർ ദ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള എക്സാക്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് അല്ലെ. അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആവാം. ഇപ്പൊ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ആയിരിക്കാം അവരുടെ എന്താണ് കൺഫേം ചെയ്യാൻ ഒരു ഡോക്ടർ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ രോഗികളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു എക്സാക്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ രോഗം ഡയഗ്നോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ അവർക്കായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ് ആണ് കേട്ടോ. ലാബ് സേവനങ്ങൾ, അതായത് ലാബ് അവിടെ ചെയ്യുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വേറൊരു ഡിവിഷനും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഫങ്ഷണൽ ഡിവിഷൻസ് ആണ്, അതായത് ഓരോ ലാബുകളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങള്, അവിടെ ചെയ്യുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് 5 ഡിവിഷൻസ്. ഏതൊക്കെ നോക്കാം. ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 5 ഡിവിഷൻസ്. ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി, രണ്ടാമത്തെ ക്ലിനിക്കൽ മൈക്രോബയോളജി, മൂന്നാമത്തേത് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, ഫോർത്ത് വൺ യൂറിനാലിസിസ് ആൻഡ് ഫിഫ്ത് വൺ ബ്ലഡ് ബാങ്ക്. ഏതൊക്കെയാണ് ഫങ്ഷണൽ ഡിവിഷൻസ്? ഏതൊക്കെയാണ് പറഞ്ഞത്? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, യൂറിനാലിസിസ് ആൻഡ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ അത് അവസാനത്തെ രണ്ടെണ്ണം നമുക്കറിയാം
അല്ലെ? യൂറിനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറിനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാലിസിസ് ഓഫ് യൂറിൻ അല്ലെ? യൂറിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അതാണ് എന്ത്? യൂറിനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ? യൂറിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ പല പല അസുഖങ്ങൾ മാത്രമല്ല പല കണ്ടീഷൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു സേവനമാണ് യൂറിനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ബ്ലഡ് ബാങ്ക് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നതും എന്താണ്? അതിൽ പറഞ്ഞു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി അല്ലെ? ഒരു പാത്തോളജി ലാബിന്റെ തന്നെ ഭാഗമാണ് എന്ത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. കാരണം ബ്ലഡ് ബാങ്കിനകത്ത് ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ RH ഫാക്ടറി ടെസ്റ്റ് നടത്തുന്നുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്, മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? ഒരു ലാബിന്റെ തന്നെ ഭാഗമാണ് അല്ലെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും നമുക്കറിയാം. ബാക്കി 3 എണ്ണമാണ് നമുക്ക് അറിയാനുള്ളത് അല്ലെ? അപ്പൊ ആ 3 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 3 എണ്ണത്തിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. ഒന്നാമത്തെ നോക്കാം, ക്ലിനിക്കൽ പാത്തോളജി. എന്താണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാല്? പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് പാത്തോളജി മീൻസ്? പാത്തോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാത്തോളജി എന്താണെന്നൊന്ന് പറയാമോ? ഒരാളൊന്ന് പറഞ്ഞേ, പാത്തോളജി എന്താണെന്നൊന്ന് പറഞ്ഞേ. ഷബീന ഒന്ന് പറയാമോ പാത്തോളജി എന്താന്നുള്ളത്? അശ്വതി പറഞ്ഞു ഓൾ ഡിസീസ്. ഓക്കെ, കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ പാത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജി ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മള് ഈ ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ, ബ്ലഡ് ആവാം, യൂറിൻ ആവാം, സെറം ആവാം അല്ലെ, സെൽസ് ആവാം അല്ലെ, കോശങ്ങളാവാം, ടിഷ്യൂസ് ആവാം, ഇങ്ങനെയുള്ള എന്താണ് സ്പെസിമെൻസുകളെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള രോഗങ്ങളെ ഡയഗ്നൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ബ്രാഞ്ച് ഓഫ് വിഭാഗമാണ്, ആ ഒരു ബ്രാഞ്ച് ഓഫ് ലബോറട്ടറിയാണ് എന്ത്? ക്ലിനിക്കൽ പാത്തോളജി ലാബ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പാത്തോളജി ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താണ്? ഈ പറയുന്ന ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സുകളിൽ ഒക്കെ എന്താണ് ഡയഗ്നൈസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് രോഗനിർണയം നടത്തുന്ന ലാബുകളാണ് അല്ലെ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജിയാണ്. അപ്പൊ മൈക്രോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യാം? മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യാം. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യാം? മൈക്രോ ഓർഗാനിസംസ് അഥവാ മൈക്രോബ്സ്. മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുക്കളാണ് അല്ലെ? എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് അല്ലെ, ഇങ്ങനെയുള്ള രോഗാണുക്കൾ മൂലം അസുഖങ്ങൾ വരുന്ന അത്തരം രോഗാണുക്കളെ പഠന വിധേയമാക്കിക്കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല വിധത്തിലുള്ള രോഗങ്ങളെ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു വിഭാഗമാണ് എന്ത്? ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ദെൻ വരുന്നത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ് അല്ലെ. അപ്പൊ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ബയോളജിയും ഒരു കെമിസ്ട്രി എന്നത് കിടപ്പുണ്ട് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിവിങ് ഓർഗാനിസംസ് അല്ലെ, ജീവനുള്ള വസ്തുക്കളില് ധാരാളം കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ഹോർമോണുകൾ ഉണ്ട്, പ്രോട്ടീൻസുകൾ ഉണ്ട്, ലിപ്പിഡ്സുകൾ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സുകൾ ഉണ്ട് അല്ലെ. ഇവയുടെയൊക്കെ എന്താണ്? കോമ്പോസിഷൻസ് അല്ലെ, അവയുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടൊക്കെ അബ്നോർമാലിറ്റീസും മറ്റു മൂലമൊക്കെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഹോർമോണുകള് അല്ലെങ്കിൽ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് പോലെയുള്ള ബയോമോളിക്യൂൾസ് അവയിലൊക്കെ പഠന വിധേയമാക്കിക്കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു വിഭാഗമാണ് എന്ത്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ക്ലിനിക്കൽ പാത്തോളജി എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത് നമ്മൾ മൈക്രോബ്സ് ആയിട്ട് കണക്ട് ചെയ്യാം. ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ് ആൻഡ് ബ്ലഡ് ബാങ്ക്. ഇത്രയുമാണ് ലാബിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് ആയിട്ട് വരുന്നത്. ഇനി ഓരോ വിഭാഗത്തിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്ലിനിക്കൽ പാത്തോളജിയാണ്. ക്ലിനിക്കൽ പാത്തോളജിയുടെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഹെമറ്റോളജി, പിന്നെ രണ്ടാമത്തെ എന്താണ്? ഹിസ്റ്റോപാത്തോളജി, മൂന്നാമത്തത് സൈറ്റോളജി, നാലാമത്തത് റൂട്ടീൻ പാത്തോളജി. ഇതൊക്കെയാണ് ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി,
റൂട്ടീൻ പാത്തോളജി. ഓക്കെ, എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കുറച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? എന്തായിരിക്കും ഹെമറ്റോളജി? എന്താണെന്ന് പറയാമോ? ഹെമറ്റോളജി ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും അറിയില്ല. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, എന്തായിരിക്കും ഹെമറ്റോളജി എന്ന് പറയുന്നത്? ഓക്കെ, ആർക്കും അറിയില്ല. 23 ഓക്കെ ഓക്കെ. എന്താണ് ലക്ഷ്മി പറഞ്ഞു? സ്റ്റഡി ഓഫ് ബ്ലഡ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. അതായത് ബ്ലഡ്, മറ്റുള്ള ബ്ലഡ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. അത് ഇതിനകത്താ വരുന്നത്? ക്ലിനിക്കൽ പാത്തോളജിക്കകത്താണ് വരുന്നത് അല്ലെ. നമുക്കറിയാം ഇപ്പൊ ബ്ലഡ് സംബന്ധമായിട്ട് വരുന്ന ധാരാളം ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെ. അനീമിയ, അതുപോലെ ലുക്കീമിയ, അതുപോലെ ബ്ലഡ് സെല്ലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന എന്താണ് അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരം അസുഖങ്ങളെയൊക്കെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡയഗ്നൈസ് ചെയ്യാൻ നമ്മള് ബ്ലഡിനെ പഠന വിധേയമാക്കും. അപ്പൊ ആ ഒരു വിഭാഗമാണ് എന്ത്? ഹെമറ്റോളജി. ഒക്കെ കറക്റ്റ് ആണ് റീച്ച. ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. അപ്പൊ അറിയാത്തവരൊന്ന് എഴുതി വെക്കുക കേട്ടോ. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് കേട്ടോ. ബ്ലഡിനെ പറ്റിയും ബ്ലഡ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? ഹിസ്റ്റോപാത്തോളജി. എന്താണ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടിഷ്യൂസ് അല്ലെ. അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. ശരി, സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ഓക്കെ, ഹന്ന കറക്റ്റ് ആണ്. ടിഷ്യൂസ് അല്ലെ. നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, സെല്ലാണ് അല്ലെ. ഈ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്തരം ടിഷ്യൂസുകളെ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ട് അല്ലെ, അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ റീജ, കറക്റ്റ് ആണ്. ഡിസീസ് ഓഫ് ദ ടിഷ്യൂസ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഡയഗ്നോസിസ് അത് തന്നെ. അതായത് പ്രത്യേകിച്ച് ക്യാൻസർ പോലെയൊക്കെയുള്ള അസുഖങ്ങൾ അല്ലെ, അത്തരം അസുഖങ്ങളെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സെല്ലുകള്, ടിഷ്യൂസുകള്, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും അല്ലെ. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള രോഗങ്ങളെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു വിഭാഗമാണ് എന്ത്? ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹിസ്റ്റോപാത്തോളജി. അടുത്തത് എന്താണ്? സൈറ്റോളജി. എന്താണ് സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്റ്റഡി ഓഫ് സെൽസ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ലക്ഷ്മി, ഷാബിന, അശ്വതി കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് സെൽസ് അല്ലെ. കോശങ്ങളെ കുറിച്ചുള്ള പഠനം. ഇതിന് തന്നെയാണ് ഇതുപോലെ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഗ്രോത്തോ ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ടെസ്റ്റുകളൊക്കെ, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെയൊക്കെ ഡയഗ്നൈസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെല്ലുകളെ പരിശോധനാ വിധേയമാക്കും അല്ലെ. കോശങ്ങളെ പരിശോധനാ വിധേയമാക്കും. ആ ഒരു വിഭാഗമാണ് എന്ത്? സൈറ്റോളജി എന്ന് പറയുന്നത്. പിന്നെന്താണ്? റൂട്ടീൻ പാത്തോളജി അല്ലെ. എന്താണ് റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല്? റൂട്ടീൻ പാത്തോളജി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ബ്ലഡ്, യൂറിൻ അല്ലെ, അങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിനെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ കണ്ടെത്തുന്നു അല്ലെ. അത് അങ്ങനെയുള്ളതാണ് റൂട്ടീൻ പാത്തോളജി. പ്രത്യേകിച്ച് നമുക്കറിയാം ഡയബറ്റിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ, ലിവർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് എന്താണ്? ബോഡി ഫ്ലൂയിഡ്സ് വഴിയായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞ റൂട്ടീൻ പാത്തോളജി ഇറ്റ് ഗീവ്സ് ദ വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് അവർ ഓവറോൾ ഹെൽത്ത് അല്ലെ. നമ്മുടെ ഓവറോൾ ഉള്ള ഹെൽത്തിനെ പറ്റിയിട്ട് വളരെ എന്താണ് ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നത് ഇത് ടെസ്റ്റിലൂടെയാണ്. റൂട്ടീൻ പാത്തോളജിയാണ് അല്ലെ. ഓക്കെ, നമ്മളിപ്പോ CBC ഒക്കെ ചെയ്യില്ലേ? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റും മറ്റുമൊക്കെ ചെയ്യൂലേ? അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? റൂട്ടീൻ പാത്തോളജിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കാം, ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹെമറ്റോളജി, സൈറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, റൂട്ടീൻ പാത്തോളജി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? സൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെൽ ആണ്. ഓക്കെ, ഹിസ്റ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്. ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഇനി
അടുത്ത വിഭാഗം ഏതാണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി ആണ് അല്ലെ. ക്ലിനിക്കൽ മൈക്രോബയോളജി ഞാൻ പറഞ്ഞു, മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോബ്സ്, മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെ. അപ്പൊ എന്തൊക്കെയുണ്ട്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ഇവയൊക്കെ നമുക്ക് എന്താണ്? പത്തോജൻസ് ആണ് അല്ലെ, രോഗകാരികളാണ്. അപ്പൊ അവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡയഗ്നൈസ് ചെയ്യാം അല്ലെ. അവയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് രോഗം ഡയഗ്നൈസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഏതൊക്കെ വിഭാഗങ്ങൾ വരുന്നുണ്ട്? ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി അല്ലെ. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബാക്ടീരിയ ദാറ്റ് കോസിംഗ് ഡിസീസസ് അല്ലെ. നമുക്ക് അസുഖം വരുത്തുന്ന ബാക്ടീരിയകളെ നമ്മൾ എന്ത് ചെയ്യാണ്? പഠന വിധേയമാക്കുകയാണ് അല്ലെ. ആ ഒരു വിഭാഗം ബാക്ടീരിയോളജി. അടുത്തത് എന്താണ്? മൈക്കോ ബാക്ടീരിയോളജി. എന്താണ്? മൈക്കോ ബാക്ടീരിയോളജി. എന്താണ് മൈക്കോ ബാക്ടീരിയം? മൈക്കോ ബാക്ടീരിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ട്യൂബർകുലോസിസ്, മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ് പറയുക അല്ലെ. TB, ക്ഷയരോഗം, അതുപോലെ ലെപ്രസി അല്ലെ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുത്തുന്ന ബാക്ടീരിയ ആണ് എന്ത്? മൈക്കോ ബാക്ടീരിയ എന്ന് പറയുന്നത് അല്ലെ. മൈക്കോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? TB, ട്യൂബർകുലോസിസ്, അതുപോലെ ലെപ്രസി, ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുത്തുന്ന ബാക്ടീരിയ ആണ് മൈക്കോ ബാക്ടീരിയം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് TB, ലെപ്രസി പോലുള്ള അസുഖങ്ങളെയൊക്കെ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു വിഭാഗമാണ് മൈക്കോ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. പിന്നെ വൈറോളജി എന്തായിരിക്കും? വൈറോളജി എന്തായിരിക്കും? നിങ്ങൾക്കറിയാലോ പേര്. അത് തന്നെ, സ്റ്റഡി ഓഫ് വൈറസസ് അല്ലെ. നമുക്ക് രോഗം വരുത്തുന്ന വൈറസുകളെ കുറിച്ചുള്ള പഠനം അല്ലെ, അതാണ് വൈറോളജി. അടുത്തത് എന്താണ്? മൈക്കോളജി. എന്താണ് മൈക്കോളജി? ഇതായിരിക്കും മൈക്കോളജി. മൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഫംഗി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ ലക്ഷ്മി. എന്താണ്? ഓക്കെ, കറക്റ്റ് ആണ് അശ്വതി. എന്താണ്? സ്റ്റഡി ഓഫ് ഫംഗസ് അല്ലെ. സ്റ്റഡി ഓഫ് ഫംഗി അല്ലെ, ഫംഗസുകൾ അല്ലെ. നമുക്ക് ഫംഗസ് മൂലമൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാറില്ലേ. അപ്പൊ അത്തരം എന്താണ് വിഭാഗമാണ് മൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? പാരസൈറ്റോളജി. പാരസൈറ്റോളജി അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. എന്താണ്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ധാരാളം പാരസൈറ്റ്സുകളൊക്കെ ഉണ്ട് അല്ലെ. ഇത്തരം പാരസൈറ്റ്സുകൾ മൂലം നമുക്ക് എന്ത് സംഭവിക്കാം? അസുഖങ്ങൾ വരും. ഇപ്പൊ ഡയേറിയ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ പാരസൈറ്റ്സ് മൂലം. അപ്പൊ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ഈസ് കോൾഡ് പാരസൈറ്റോളജി. ഓക്കെ, അടുത്തത് എന്താണ്? ഇമ്മ്യൂണോളജി. എന്താണ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് റെസ്പോൺസ് ടു ദി ഇൻഫെക്ഷൻ അല്ലെ. നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റിയും ഓരോ ഇൻഫെക്ഷൻസിനോട് അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? സെറോളജി. എന്താണ് സെറോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് സെറം അല്ലെ. സ്റ്റഡി ഓഫ്, ഓക്കെ കറക്റ്റ് ആണ് ലക്ഷ്മി, സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം ആണ് കേട്ടോ. ഓക്കെ ഷാബിന കറക്റ്റ് ആണ്. സെറോളജി, സ്റ്റഡി ഓഫ് സെറം. സെറം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡിനകത്തുള്ള ഈ ബ്ലഡ് സെല്ലുകള് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിലേക്ക് നീക്കിക്കഴിഞ്ഞാല്, മാറ്റിക്കഴിഞ്ഞാല് ബാക്കിയുള്ള ക്ലിയർ ലിക്വിഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് എന്ത്? സെറം എന്ന് പറയുന്നത് അല്ലെ. ഇത്തരം സെറോളജി ടെസ്റ്റിലൂടെ നമുക്ക് നമ്മുടെ ബ്ലഡിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ആന്റിബോഡീസുകളോ ആന്റിജൻസുകളുടെ സാന്നിധ്യമൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾക്ക് ഇൻഫെക്ഷൻസ് വരുത്തുന്ന സ്പെഷ്യൽ ആന്റിബോഡീസുകള് അല്ലെങ്കിൽ ആന്റിജൻസുകള് അവയുടെയൊക്കെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് സെറോളജിയാണ് അല്ലെ. സെറോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. അപ്പൊ സെറത്തിന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ആന്റിബോഡീസുകളോ ആന്റിജൻസുകളോ ഒക്കെ അതിന്റെയൊക്കെ പ്രസൻസ് നമുക്ക് ഇൻഫെക്ഷൻസ് വരുത്തുന്ന അത്തരം സാന്നിധ്യങ്ങൾ നമുക്ക് പ്രസൻസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കേട്ടോ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെ വരും? ബാക്ടീരിയോളജി, മൈക്രോ ബാക്ടീരിയോളജി, വൈറോളജി, സെറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി ആൻഡ് സെറോളജി. ഓക്കെ, മൂന്നാമത്തെ വിഭാഗമാണ് ഇത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി അല്ലെ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞത്? നമ്മുടെ ലിവിങ് ഓർഗാനിസം അല്ലെ, നമ്മുടെ ജീവനുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ധാരാളം കെമിക്കൽ അല്ലെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ബയോമോളിക്യൂൾസ്, പ്രോട്ടീൻസുകള്, ലിപ്പിഡ്സുകള്, കാർബോഹൈഡ്രേറ്റുകള്, ഹോർമോണുകള് അല്ലെ. ഇത്തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെയൊക്കെ പഠന വിധേയമാക്കിക്കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു വിഭാഗമാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അതിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? ഒന്ന് ബയോകെമിക്കൽ അനാലിസിസും മറ്റൊന്ന് ഹോർമോണൽ അസൈസും. ഇതൊക്കെയാണ് ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസൈസും. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവമാണ്.
പ്രോട്ടീൻസുകള്, ലിപ്പിഡ്സുകള്, അതുപോലെ കാർബോഹൈഡ്രേറ്റുകള്, അല്ലെ, അത്തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ കെമിക്കൽ കോമ്പോസിഷനും ശരീരത്തിലുള്ളതിന്റെ പ്രോസസ്സുകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള രോഗത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ലിപ്പിഡ്സിനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഡിസീസ് ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ കിഡ്നി ഡിസീസസ്, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ രണ്ടാമത്തെയാണ് ഹോർമോണൽ അസേ. ഹോർമോണൽ അസേ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് ദ ടെസ്റ്റ് ടു എന്താണ് ഫൈൻഡ് ദ ഡിസീസസ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഹോർമോൺസ്, അല്ലെ, ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, അല്ലെ. നമുക്കറിയാം നമ്മുടെ ശരീരത്തില് ധാരാളം ഹോർമോൺസുകൾ ഉണ്ട്. ഹോർമോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്, അല്ലെ. അപ്പൊ ഇത്തരം ഹോർമോണിന്റെ അബ്നോർമാലിറ്റീസ് മൂലം പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാറില്ലേ? തൈറോയിഡ് പ്രോബ്ലംസുകള്, അതുപോലെ ഡയബറ്റിസ്, ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്. അതുപോലെ PCOS, അല്ലെ, PCOD എന്നൊക്കെ പറയില്ലേ, ഓവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങള്, അല്ലെ, ഇതൊക്കെ എന്താണ്? ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഇത്തരം ഹോർമോണുകളെ പഠന വിധേയമാക്കിക്കൊണ്ടും നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളെ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു വിഭാഗമാണ് ഹോർമോണൽ അസേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസേസും. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ലാബ് അവർ ചെയ്യുന്ന ഫംഗ്ഷനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ 5 ഫംഗ്ഷണൽ ഡിവിഷൻസ് ആയിട്ട് അതിനെ തിരിച്ചു. ഒന്ന് ക്ലിനിക്കൽ പാത്തോളജിയാണ്. പാത്തോളജിക്കകത്ത് വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി ആൻഡ് പ്രോട്ടീൻ പാത്തോളജി. ഓക്കെ, ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ്, മൈക്രോബ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ വരും? ബാക്ടീരിയോളജി, മൈക്രോ ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി ആൻഡ് സെറോളജി. മൂന്നാമത്തെ വിഭാഗം ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ്. അതിനകത്ത് ഏതൊക്കെ വരുന്നത്? ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസേയും. പിന്നെ വരുന്നത് യൂറിനാലിസിസ് ആണ്, അല്ലെ. അതായത് അനാലിസിസ് ഓഫ് യൂറിൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ ആൻഡ് ടു ഡയഗ്നോസ് ദ ഡിസീസസ്, അല്ലെ, അതാണ് യൂറിനാലിസിസ്. പിന്നെ വരുന്നത് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞിട്ട്? മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹൈറാർക്കിയാണ് കേട്ടോ. ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഓഫ് ലബോറട്ടറി ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഇവിടെ ഓരോ സ്റ്റാഫിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയാ ഹൈറാർക്കി, ഏറ്റവും ടോപ്പ് ലെവൽ തൊട്ട് ഏറ്റവും ബോട്ടം ലെവൽ വരെയുള്ള ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഓഫ് സ്റ്റാഫിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പൊസിഷൻ, ഓരോ സ്റ്റാഫുകൾ അവരുടെ റെസ്പോൺസിബിലിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും നോക്കി വെക്കാം. റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ആരുടെയാണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ടേബിള് മനസ്സിലാക്കി വെക്കാം. ഹൈറാർക്കിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റാഫിംഗ് ആണ്. ഫസ്റ്റില് പൊസിഷൻ ആണ്, പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ദെൻ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആളാണ് ലബോറട്ടറി ഡയറക്ടർ, അല്ലെ, ലാബ് ഡയറക്ടർ അഥവാ ലബോറട്ടറി ഡയറക്ടർ. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എന്തായാലും ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ. അപ്പൊ നമുക്ക് ലാബ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പ്രിന്റ് ഔട്ട് കിട്ടുമ്പോൾ അതിനടിയിലുള്ള സൈനുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അവിടെയൊക്കെ ലാബ് ഡയറക്ടറിന്റെ ഒക്കെ പേരുകൾ ഉണ്ടാവും. ഡോക്ടറാണ് കേട്ടോ, കണ്ടിട്ടുണ്ടാവും. ഏറ്റവും മൂലയ്ക്ക് അടിയിലായിട്ട് അതിന്റെയൊക്കെ കൃത്യമായിട്ട് സൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കുക, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് ആരാണ്? ലബോറട്ടറി ഡയറക്ടർ ആണ്. ഓക്കെ, എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഡോക്ടറൽ ഡിഗ്രി ആണ് കേട്ടോ. ഡോക്ടറൽ ഡിഗ്രി ഒന്നില്ലെങ്കിൽ MD ആവാം, അല്ലെങ്കിൽ PhD സ്കോളർ ആണ് കേട്ടോ. MD എന്ന് പറയുമ്പോൾ അറിയാലോ, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ് കേട്ടോ, ഡോക്ടർ ഓഫ് മെഡിസിൻ. അപ്പൊ ഇവര് പറയുന്നത് ഡോക്ടറൽ ഡിഗ്രി, സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. അത് വേറെ ഒന്നല്ല, ഡോക്ടറൽ ഡിഗ്രി അല്ലെ, MD, മാസ്റ്റർ ഓഫ് ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ് അല്ലെ. MD, ഡോക്ടർ ഓഫ് മെഡിസിൻ, MD എടുത്തിട്ടുള്ള ആളായിരിക്കണം. ആളോ അല്ലെങ്കിൽ എന്താണ് PhD സ്കോളർ എന്ന് പറയുമ്പോൾ
ഡോക്ടർ ഓഫ് ഫിലോസഫി അല്ലെ, അതായത് നമ്മൾ ഈ പറയുന്ന ഫാർമസിയിൽ PhD എടുത്തിട്ടുള്ള ആളുകൾ അല്ലെ, ഫാം ഡി പോലെയൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ കേട്ടോ, ഫാം ഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ PhD, അതുകൊണ്ടാണ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് കേട്ടോ. ഡോക്ടർ എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരെയും നമ്മൾ ഡോക്ടർ എന്ന് പറയും അല്ലെ. MBBS കഴിഞ്ഞ് MD-നെ നമ്മൾ ഡോക്ടർ എന്ന് പറയും. അതുകൂടാണ്ട് PhD സ്കോളേഴ്സിനെ നമ്മൾ ഡോക്ടർ തന്നെ പറയാം. ഓക്കെ, അങ്ങനെ ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രിയാണ് ഡോക്ടർ ഓഫ് മെഡിസിൻ, അല്ലെങ്കിൽ PhD ഡോക്ടർ ഓഫ് ഫിലോസഫി, ദാറ്റ് മീൻസ് മെഡിക്കൽ ലബോറട്ടറി സയൻസിനകത്ത് PhD സ്കോളർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, പ്ലസ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് കേട്ടോ. അതായത് ഈ പറയുന്ന മെഡിക്കൽ ബോർഡ് ലബോറട്ടറി ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറോ അല്ലെങ്കിൽ PhD സ്കോളറോ ആയിരിക്കണം ആര് ലാബ് ഡയറക്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ വരില്ല. റെസ്പോൺസിബിലിറ്റീസ് നോക്കി വെക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി? ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും വളരെ വലുതായിരിക്കും അല്ലെ. നോക്കൂ, എന്താണ്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് എൻഷുവേഴ്സ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ, എക്സ്പ്ലെയിൻസ് ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് അല്ലെ, ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ഈ പറയുന്ന ലബോറട്ടറി ഡയറക്ടർ ആണ്. അതോടൊപ്പം എന്താണ്? ആൻഡ് എൻഷുവേഴ്സ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ, പേഷ്യന്റിന് ഒരു ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുക. എങ്ങനെ ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുക? അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ടുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ആ ഒരു രീതിയിൽ പേഷ്യന്റിന്റെ ആ ഒരു ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? എക്സ്പ്ലെയിൻസ് ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. ആ രോഗിയെ ചികിത്സിക്കുന്ന, രോഗിയെ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഡോക്ടർ അല്ലെ, ആ ഡോക്ടറുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ, രോഗിയുടെ ടെസ്റ്റ് റിസൾട്ട് കൃത്യമായിട്ട് അവർക്ക് വിശദമാക്കി കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ലാബിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ലാബ് ഡയറക്ടർ ആണ്. അതുപോലെ പേഷ്യന്റിന്റെ ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുക. പിന്നെ പറയുന്ന പേഷ്യന്റിന്റെ കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ അവർക്ക് വിശദമാക്കി കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. രണ്ടാമത്തത് എന്താണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് അല്ലെ. ടെക്നിക്കൽ സൂപ്പർവൈസറുടെ ട്രെയിനിങ് മീൻസ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത്? ഇത് തന്നെയാണ് ലബോറട്ടറി ഡയറക്ടറുടെ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി, ഓക്കെ, MD ഓർ PhD, ദാറ്റ് മീൻസ് എന്താണ്? മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആവാം. അത് കൂടാതെ അതിലേതെങ്കിലും ഒന്ന്, അതും അല്ലെങ്കിൽ മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ, ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ പറയുന്ന ലാബ് സയൻസില് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകൾ കേട്ടോ. ഒന്നുകിൽ ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്, അല്ലെങ്കിൽ PhD സ്കോളർ ആവണം. അതും അല്ലെങ്കിൽ എന്താണ്? ഫാർമസിയിലെ മാസ്റ്റർ ബിരുദമുള്ള ആള്, എംഫാം യോഗ്യതയുള്ള ആളുകളായിരിക്കണം കേട്ടോ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രൊവൈഡ്സ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ഒരു ലാബിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ മേൽനോട്ടം. ആ പേരിൽ തന്നെ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് അല്ലെ. അപ്പൊ ഒരു ലാബിന്റെ ടെക്നിക്കൽ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം ഒരു ലാബ് എന്ന് പറയുമ്പോൾ അതിന് ധാരാളം ഇന്നിപ്പോ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ധാരാളം ബയോ കെമിക്കൽ എക്യുപ്മെന്റ്സുകളും അതുപോലെ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ടെക്നിക്കൽ വശങ്ങളാണ് അല്ലെ. അതുപോലെ നമ്മുടെ ലാബിൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെയാണ് ടെക്നിക്കൽ മേഖല എന്ന് പറയുന്നത് ലാബിന്റെ അല്ലെ. അപ്പൊ ആ ഒരു ലാബിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പിന്നെ നമ്മള് ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി കണ്ടു, ലാബ് എന്താണെന്ന് മനസ്സിലാക്കി, ലാബിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്, പിന്നെ നമ്മൾ ഫങ്ഷണൽ ഡിവിഷൻസ്, അത് 5ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോന്നിന്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഹൈറാർക്കിയിൽ 2 പോയിന്റ് ആണ് കണ്ടത്, ലബോറട്ടറി ഡയറക്ടറും ടെക്നിക്കൽ സൂപ്പർവൈസറും. അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.